السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ജനാസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ജനാസ വേഗത്തിൽ മറമാടലാണ് ഇസ്ലാം. അത് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വെച്ച് താമസിപ്പിക്കുന്നത് മോശപ്പെട്ട കാര്യമാണ് എന്ന് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിലൂടെ നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. മയ്യത്ത് എവിടെയാണോ ഉള്ളത് അവിടെ മറമാടലാണ് വാസ്തവത്തിൽ ഇസ്ലാമികമായി അതിന്റെ ചര്യയും അതിന്റെ രൂപവും. പലപ്പോഴും ജനാസ മറമാടപ്പെടാൻ താമസമാകേണ്ടി വരാറുള്ള ഒരു പ്രധാന വസ്തുതയാണെന്ന് പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ വിദേശത്തുള്ള ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അതെത്തോളം അതിന്റെ പേരിൽ മാനസികമായ വിഷമവും സംഘർഷവും ഒക്കെ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ പരിതസ്ഥിതി ഇന്നും നമ്മുടെ നാടുകളിൽ നിലനിൽക്കുകയാണ്. ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഴുവൻ ശ്രോതാക്കളോടും വളരെ വിനയത്തോടുകൂടി ഉണർത്തുവാനുള്ളത്, പ്രവാസികളായ നാം ചില കാര്യങ്ങൾക്ക് പ്രത്യേകമായി ധൈര്യം കാണിക്കേണ്ടതുണ്ട് എന്നതാണ്. പലപ്പോഴും ഇവിടെ വെച്ചാണ് ഒരാളുടെ മരണം വിധിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ പ്രവാസ ലോകത്ത് മരണം നടന്നു കഴിഞ്ഞാൽ നാട്ടിലുള്ള ബന്ധുക്കൾ ജനാസ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ്. അതല്ലെങ്കിൽ ഇവിടെയുള്ള ബന്ധുക്കൾ നാട്ടിലേക്ക് ജനാസ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുകയാണ്. അതൊരു വലിയ മഹൽ കാര്യമായി പോലും ചില സംഘടനകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. രാജ്യത്ത് പലപ്പോഴും പലരും ആവശ്യപ്പെടാറുണ്ട്, എയർലൈൻസുകളോട് ആവശ്യപ്പെടാറുണ്ട്, ജനാസ സൗജന്യമായി നാട്ടിലെത്തിക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കണം എന്നൊക്കെ. അതുപോലെ തന്നെ ഇവിടെയുള്ള പല പ്രവാസി സംഘടനകളും സമുദായത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കാരുണ്യം എന്ന നിലയിലൊക്കെ ഒരു വലിയ കാരുണ്യ പ്രവർത്തനം, അതല്ലെങ്കിൽ ഒരു ജനകീയ പ്രവർത്തനം, ഒരു പുണ്യകർമ്മം ചെയ്യുന്നു എന്ന നിലക്കൊക്കെ മരണം നടന്നു കഴിഞ്ഞാൽ ആ ജനാസ നാട്ടിലെത്തിക്കാൻ വേണ്ട ചിലവുകൾ ഞങ്ങൾ വഹിക്കുന്നു,
അല്ലെങ്കിൽ അതിനു വേണ്ട സംവിധാനങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന് ഒരു വലിയ ജനസേവനമായി പലരും ഉയർത്തി കാണിക്കാറുണ്ട്. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ബന്ധുക്കളോടും മറ്റുള്ളവരോടുമൊക്കെ പറയേണ്ടത്, എന്റെ മരണം ഇവിടെ വെച്ചാണ് നടക്കുന്നതെങ്കിൽ എന്റെ ജനാസ കൊണ്ടുപോകരുത് എന്നാണ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു വലിയ ത്യാഗം ആ വിഷയത്തിൽ അനുഭവിക്കുന്നത്? എത്രത്തോളം വലിയ ചെലവുള്ള ഒരു സംഗതിയാണ് ഒരു ജനാസ കൊണ്ടുപോവുക എന്നത്. മാത്രമല്ല, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജനാസ അങ്ങനെ പെട്ടിക്കുള്ളിൽ കയറ്റി ഭദ്രമാക്കേണ്ടി വരുന്ന ഒരവസ്ഥ തന്നെ മോശപ്പെട്ട കാര്യമായിട്ടാണ് പണ്ഡിത ലോകം വിലയിരുത്തിയിട്ടുള്ളത്. ഇത് കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ള സംവിധാനം ചെയ്യണ്ടേ? അങ്ങനെ അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി നാളുകളോളം അത് മോർച്ചറിയിൽ സൂക്ഷിക്കേണ്ടി വരുന്നു. പലപ്പോഴും അങ്ങനെ കൊണ്ടുപോകേണ്ടി വരുന്ന അവസ്ഥയാകുമ്പോൾ കീറിമുറിക്കലും പോസ്റ്റ്മോർട്ടവും അതുമായി ബന്ധപ്പെട്ട മറ്റു നടപടിക്രമങ്ങളിലേക്കും നീങ്ങേണ്ടി വരുന്നു. അതുപോലെ തന്നെ അത് കയറ്റി അയക്കുവാനുള്ള, കൊണ്ടുപോകുവാനുള്ള ചിലവുകൾ, അതുമാത്രമല്ല കൂടെ പോകുന്ന ആളുകളുടെ ചിലവുകൾ, എത്രയാണ് അനാവശ്യമായി ഈ മേഖലയിൽ പണം ചെലവഴിക്കേണ്ടി വരുന്നത്. മാത്രമാണോ ചരക്കുകൾ കയറ്റുന്ന, ആ നിലയ്ക്ക് നമ്മുടെ ലഗേജുകൾ വെക്കുന്ന ആ രൂപത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് ഒരു മുസ്ലിമിന്റെ ജനാസ അങ്ങനെ ചരക്കുകളുടെ കൂട്ടത്തിൽ കൊണ്ടുപോകേണ്ടുന്ന ഒരു ലഗേജായി തരം താഴ്ത്തപ്പെടേണ്ടുന്ന ഒരവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. പലരും ഇതൊന്നും ആലോചിക്കുന്നില്ല. കഷ്ടം, സങ്കടമാണത്. എന്തിനാണ് ഈ കൊണ്ടുപോക്ക്? എന്തിനാണ് കുടുംബങ്ങൾ ഈ ആവശ്യപ്പെടുന്നത്? എന്തിനാണ് ഇവിടെയുള്ള ബന്ധുക്കൾ ഇതിനു വേണ്ടി തിരക്ക് കൂട്ടുന്നത്? വേണ്ട, എവിടെയാണോ റബ്ബ് നമുക്ക് മരണം വിധിച്ചതെങ്കിൽ അവിടെ ആയിരിക്കട്ടെ എന്റെ ഖബർ ഒരുങ്ങേണ്ടത്, എന്നെ അവിടെ തന്നെ മറമാടിയാൽ മതി എന്ന് വസിയത്ത് പറയാൻ നാം മനസ്സ് വെക്കേണ്ടതുണ്ട്. നമ്മുടെ മരണം മറ്റുള്ളവർക്കൊരു ചെലവായി കൂടാ. നമ്മുടെ മരണം മറ്റുള്ളവർക്ക് ഒരുപാട് ദിവസത്തെ മുഷിപ്പായി കൂടാ. ഈ ജനാസ കാത്തിരിക്കുകയാണ് സന്തപ്ത കുടുംബാംഗങ്ങളിൽ പലരും. എന്നിട്ട് അവിടെയും ആ വീട്ടിൽ ഈ ജനാസ എത്തുവോളം വലിയ വിഷമകരമായ സാഹചര്യമാണ്. അതുപോലെ എത്രയോ ദുരന്തങ്ങൾ, അനുഭവങ്ങൾ ആ വീട്ടിലും ആ കുടുംബങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മയ്യത്ത് ഇവിടെയാണ്, ഇന്ന ദിവസമാണ്, ഇവിടെ പേപ്പറുകൾ ശരിയായി കിട്ടാൻ ഇന്നിവിടെ വർക്കിംഗ് ഡേ അല്ല, ഇവിടെ ഹോളിഡേ ആണ്, അതുകൊണ്ട് ഇന്ന ദിവസവും കാത്തിരിക്കണം, ഇത്ര ദിവസം കഴിഞ്ഞ് കാത്തിരിക്കണം. പിന്നെയും ലീവുകൾ വരുമ്പോൾ ചില പേപ്പർ നടപടിക്രമങ്ങളൊക്കെ ഇനിയും പൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് ഇനിയും താമസിക്കുമെന്നൊക്കെ നാട്ടിലേക്ക് ഫോൺ ചെയ്തും മറ്റും അറിയിക്കേണ്ടുന്ന ഗതികേട്. അവിടെ കുടുംബങ്ങൾ ഇങ്ങനെ അങ്കലാപ്പിലായി കാത്തിരിക്കേണ്ടുന്ന ഒരു ഗതികേട്. അങ്ങനെ ആ ഒരു മരണത്തിന്റെ പേരിൽ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒട്ടേറെ പ്രയാസങ്ങൾ ഒരുപാട് ആളുകൾ അനുഭവിക്കേണ്ടുന്ന ഒരു ദുരവസ്ഥയിലേക്ക് മുസ്ലിമേ നമ്മുടെ ജനാസ തരം താഴപ്പെട്ടുകൂടാ. ഇത് ഗൗരവത്തോടുകൂടെ മുസ്ലിമീങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഇങ്ങനെ ജനാസ വിദേശ രാജ്യത്ത് നിന്ന് സ്വദേശത്തേക്ക് വലിയ ദൂരത്തേക്ക് ഇങ്ങനെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് പണ്ഡിത ലോകത്ത് ഇന്നും ഇന്നലെയും ചർച്ചകൾ തുടങ്ങിയതല്ല. പണ്ടേ ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളുടെ വെളിച്ചത്തിൽ, അതുപോലെ തന്നെ അവർ മനസ്സിലാക്കിയ ഇസ്ലാമികമായ നടപടിക്രമങ്ങളുടെ വെളിച്ചത്തിൽ അവരെല്ലാം മനസ്സിലാക്കിയത് മരണം നടന്നിടത്ത് തന്നെ മറമാടലാണ് ഇസ്ലാമികമായ ചര്യ എന്നതാണ്. ഇങ്ങനെ ഒരുപാട് താമസിപ്പിക്കേണ്ടി വരുമ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ജനാസ സംസ്കരണം വൈകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അദ്ദേഹം എത്രയും വേഗം സ്വർഗീയ സൗകര്യങ്ങളിലേക്ക് എത്തട്ടെ. അവിശ്വാസിയായ മനുഷ്യനാണെങ്കിൽ, ധിക്കാരിയാണെങ്കിൽ നിങ്ങളുടെ പെരടിയിൽ നിന്നൊരു വയ്യാവേലി നിങ്ങൾ ഇറക്കി വെക്കട്ടെ, അതല്ലേ നിങ്ങൾക്ക് നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും വേഗം ജനാസ കൊണ്ടുപോകണം, മറമാടണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. എന്നാൽ നിങ്ങൾ നോക്കൂ, ചില നിർബന്ധമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാമെന്നതാണ് പണ്ഡിതന്മാര് പറയുന്നത്. എന്താണ് ആ നിർബന്ധ സാഹചര്യം? നമ്മൾ പറയുന്ന ന്യായീകരണങ്ങളൊന്നുമല്ല. എന്റെ നാട്ടിലെ ആളുകൾക്ക്
എന്റെ നാട്ടിലെ ആളുകൾക്കൊന്ന് കാണാൻ എന്റെ നാട്ടിൽ തന്നെയാവട്ടെ. ആ സ്വദേശ കൂറൊന്നുമല്ല മഹാന്മാരായ പണ്ഡിതന്മാർ കാരണം പറഞ്ഞത്. അവർ ഒരു കാരണം പറഞ്ഞത്, മരണം നടന്ന സ്ഥലത്ത് ആ നാട്ടിൽ മറമാടപ്പെടുകയാണെങ്കിൽ ആ ജനാസയോട് ഏതെങ്കിലും നിലക്കുള്ള അനീതി കാണിക്കപ്പെടുന്ന രാഷ്ട്രമാണെങ്കിൽ, അനീതി കാണിക്കുന്ന രാജ്യമാണെങ്കിൽ അവിടെ നിന്ന് ജനാസ കൊണ്ടുപോകാം. ഏതുപോലെ ഒരു രാജ്യത്ത് മറമാടിക്കഴിഞ്ഞാൽ ആ മയ്യത്തിനെ എടുക്കും, അതെടുത്ത് മറ്റു കുഴിയിലേക്ക് തള്ളും, അതിന്റെ പവിത്രത നശിപ്പിക്കും, അത് മാന്തി പുറത്തേക്കെറിയും. ആ രൂപത്തിലുള്ള സംസ്കാരങ്ങൾ നിലനിൽക്കപ്പെടുന്ന ഒരു പ്രദേശമാണ്. മുസ്ലിം സമുദായത്തിലെ മെമ്പറാണെങ്കിൽ പ്രത്യേകിച്ചും അത് ഏറ്റവും വലിയ മോശമായ രൂപത്തിലുള്ള സമീപനത്തിനിരയാകും ആ ജനാസ എന്ന് കണ്ടാൽ, അത്തരം സമീപനങ്ങൾ ഉള്ള നാടാണെങ്കിൽ അവിടെ നിന്നും അതില്ലാത്ത സുരക്ഷിതമായ പ്രദേശത്തേക്ക് കൊണ്ടുപോകാം എന്നതാണ് പണ്ഡിതന്മാർ പറയുന്നത്. രണ്ടാമത്, ഒരു സ്ഥലത്ത് ആ നിലക്കുള്ള സൗകര്യങ്ങളില്ല, അല്ലെങ്കിൽ ജനാസ മറമാടിക്കഴിഞ്ഞാൽ ഉടനെ പ്രളയത്താലോ മറ്റേതെങ്കിലും കാരണത്താലോ നശിക്കാൻ സാധ്യതയുള്ള ആ രൂപത്തിലുള്ള ഒരവസ്ഥയുമാണെങ്കിൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് നീക്കുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ പറയുന്നത്, പുണ്യഭൂമികളുടെ സമീപത്താണെങ്കിൽ, മക്കയോടടുത്ത് വെച്ചാണ് മരണം നടന്നത്, മദീനക്ക് സമീപമാണ് മരണം നടന്നത്, ബൈത്തുൽ മുഖദ്ദസിന്റെ സമീപമാണ് മരണം നടന്നത് എങ്കിൽ പുണ്യഭൂമികളിലേക്ക് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്ന് ആ ഒരു പ്രത്യേകമായ താല്പര്യത്തോടുകൂടി കൊണ്ടുപോകൽ അനുവദനീയമാണ് എന്നഭിപ്രായപ്പെടുകയാണ് ചില പണ്ഡിതന്മാർ. വേറെ ചില പണ്ഡിതന്മാർ പറയുന്നത് അതും വേണ്ടതില്ല, മദീനക്ക് പുറത്തോ മക്കക്ക് പുറത്തോ ഒക്കെ വെച്ച് മരണപ്പെട്ട എല്ലാ സ്വഹാബിമാരെയും നിങ്ങൾ മക്കയിലേക്ക് കൊണ്ടുവരൂ എന്നോ മദീനയിലേക്ക് കൊണ്ടുവരൂ എന്നോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ആ ഒരു പേരും അങ്ങനെ ഒരു സംസ്കാരവും ഒരു തുടർ നടപടികളായി സമൂഹം സ്വീകരിക്കേണ്ടതില്ല എന്ന വീക്ഷണവും പണ്ഡിത ലോകത്തുണ്ട്. ഈ നിലക്കുള്ള വീക്ഷണങ്ങളൊന്നുമല്ലാതെ നമ്മൾ ഇന്ന് പല ന്യായീകരണവും പറയുകയാണ്. ഉമ്മാക്കൊരു നോക്ക് കാണാനാണ്, ഭാര്യക്കൊരു നോക്ക് കാണാനാണ്, ഭർത്താവിനൊരു നോക്ക് കാണാനാണ്, മക്കൾക്കൊരു നോക്ക് കാണാനാണ് എന്നൊക്കെ പറഞ്ഞ് പ്രിയപ്പെട്ടവരെ, ഈ പെട്ടിയിലടച്ച് മരുന്നുമിട്ട് സൂക്ഷിച്ച് ഒരുപാട് പ്രത്യേകമായ അവസ്ഥയെ തരണം ചെയ്ത് ഐസ് പരുവത്തിലായി കഴിഞ്ഞ് നാളുകളോളം ഈ പെട്ടിക്കകത്ത് സൂക്ഷിക്കപ്പെട്ട് ഇവിടെയുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന്റെ ശേഷം ഫ്ലൈറ്റിൽ ഒരു ലഗേജിന്റെ സ്ഥാനത്ത് കയറ്റി അയക്കപ്പെട്ട് തുടർ നടപടികളും സമയങ്ങളും ഒക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തിയിട്ട് ഒരു സെക്കൻഡ് നേരത്തെ ഒരു നോട്ടത്തിന് വേണ്ടി അതും എല്ലാവർക്കും കാണാൻ കഴിയുമോ? ചില ബോഡി തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഇത്ര സെക്കൻഡേ വെക്കാൻ പാടുള്ളൂ എന്ന് പോലും നിയമങ്ങളുള്ള ആ നിലക്കുള്ള മൃതദേഹങ്ങളുണ്ട്, മയ്യത്തുകളുണ്ട്. എന്തിനീ വക രൂപത്തിലുള്ള ഒരവസ്ഥക്ക് മുസ്ലിം സമൂഹമേ നാം നിന്ന് കൊടുക്കണം. പല സാംസ്കാരിക സംഘടനകളും പല സമുദായ സ്നേഹികളും ഇതൊരു വലിയ കാരുണ്യമായി ഏറ്റെടുത്തുകൊണ്ട് പ്രവാസ ലോകത്ത് നിന്ന് ജനാസ കയറ്റി അയക്കാൻ എല്ലാ ചെലവുകളും ടിക്കറ്റുകളും ഞങ്ങൾ വഹിക്കുമെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ പലപ്പോഴും പൊതുജനം വിചാരിക്കുകയാണ് അങ്ങനെ ജനാസ കൊണ്ടുപോകുന്നത് വലിയ ഒരു പുണ്യകർമ്മമാണ്, ഒരു വലിയ സേവനമാണ് ഈ സംഘടനകളൊക്കെ ചെയ്യുന്നത് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ അതിന്റെ ഇസ്ലാമികമായ വീക്ഷണം ഈ ഉള്ളവന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടി വന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എവിടെ വെച്ച് നാം മരിക്കുകയാണെങ്കിലും ഈമാനുള്ള മരണം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നാം പറയണം, മുമ്പേ പറയണം, ബന്ധുക്കളോട് പറയണം, അങ്ങനെ മരിച്ചാൽ നിങ്ങൾ മയ്യത്ത് കൊണ്ടുവരാൻ വാശി പിടിക്കരുത്. അവിടുന്ന് വാശി പിടിക്കുമ്പോഴാണ് അവിടുന്നുള്ള ആളുകൾ കുഴങ്ങുക. അങ്ങനെയാണ് ആളുകൾ കുഴങ്ങുന്നത്. അങ്ങനെ വാശി പിടിക്കരുത്, ബന്ധുക്കളെ ഈ കാര്യം അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ, എനിക്ക് ആത്മീയമായി ശാന്തി കിട്ടണമെന്ന് മോഹമുണ്ടോ, എനിക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പുണ്യം കിട്ടാൻ നല്ലത് ഉടനെ തന്നെ ജനാസ മറമാടലാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇസ്ലാമികമായ ആ കാര്യത്തിന് മുൻതൂക്കം കൊടുക്കുക. കഴിഞ്ഞ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നാട്ടിൽ മരണം നടക്കുകയാണെങ്കിലും എത്ര ഉറ്റ ബന്ധുക്കളാണെങ്കിലും നാം ചെല്ലേണ്ടി വരുന്നത് കാരണത്താൽ ദിവസങ്ങളോളം ആ നിലക്ക് ജനാസ താമസിപ്പിക്കേണ്ട ഒരവസ്ഥക്കും കാരണമായി നിന്നുകൊടുക്കാൻ നമ്മൾ പാടില്ലെന്ന് നമ്മൾ സൂചിപ്പിച്ചില്ലേ? എത്രയും വേഗം ആ ജനാസ ഖബറിലാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാനാണ് ഇസ്ലാമികമായി. അതാണ് ആ മയ്യിത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതി എന്നും ആ മയ്യിത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യമെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എത്തിയിട്ടല്ലാതെ ജനാസ തൊട്ടു പോകരുതെന്ന് പറയാനോ, ഞാൻ എത്തിയിട്ടല്ലാതെ ജനാസ ഖബറെടുക്കരുതെന്ന് പറയാനോ ഒരു ബന്ധുക്കളും തയ്യാറായിക്കൂടാ, അങ്ങനെ തയ്യാറാവുകയുമില്ല. ഇതിന്റെയൊന്നും ഗൗരവം ധരിപ്പിക്കപ്പെടുന്നില്ല.